Hello friends, Invest കേരളയുടെ മറ്റൊരു ചാപ്റ്ററിലേക്ക് എല്ലാ വ്യൂവേഴ്സിനും സ്വാഗതം. ഇന്ന് ഞങ്ങൾ ഇവിടെ പറയാൻ പോകുന്നത് ഇൻവെസ്റ്റേഴ്സിന് ഒരു മൾട്ടി ലെവൽ റിട്ടേൺ നൽകിയ ഒരു സ്റ്റോക്കിനെ കുറിച്ചാണ്. ഏകദേശം 30x ഓളം റിട്ടേൺ നൽകിയ ഒരു സ്റ്റോക്കാണിത്. ഇതിലൂടെ ഇൻവെസ്റ്റേഴ്സിന് എങ്ങനെയാണ് ഒരു സ്റ്റോക്ക് മൾട്ടി ലെവൽ റിട്ടേൺ നൽകുന്നതെന്നും ഏതെല്ലാം ഫാക്ടേഴ്സ് ആണ് അതിന് കാരണമാകുന്നതെന്നും മനസ്സിലാക്കാൻ കഴിയും. അതിലൂടെ ഇൻവെസ്റ്റേഴ്സിന് ഇതുപോലുള്ള കൂടുതൽ സ്റ്റോക്കുകളെ കണ്ടെത്താൻ ഈ വീഡിയോ വളരെ ഉപകാരപ്രദമായിരിക്കും. അതുപോലെ ഈ സ്റ്റോക്കിൽ ഇപ്പോഴത്തെ എഫക്റ്റുകളെ കുറിച്ചും ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. വീഡിയോ മുഴുവനായും കണ്ട് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഏറ്റവും പുതിയ നോട്ടിഫിക്കേഷന് വേണ്ടി ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. ഇനി നമുക്ക് ഈ കമ്പനിയെ കുറിച്ച് നോക്കാം. ഈ സ്റ്റോക്ക് എന്ന് പറയുന്നത് ബെയർ ക്രോപ്പ് സയൻസ് ആണ്. ഇവർ പ്രധാനമായും ഫോക്കസ് ചെയ്തിരിക്കുന്നത് ഫാർമ പ്രോഡക്റ്റുകളിലാണ്. ബേസ്ഡ് കമ്പനിയുടെ ഒരു സബ്സിഡറിയാണ് ഇന്ത്യയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ ഈ കമ്പനിയുടെ ഒരു പ്രത്യേകത എന്നത് വളരെയധികം വിഷണറി ആയിട്ടുള്ള ഒരു മാനേജ്മെന്റ് ഉള്ള കമ്പനിയാണ്. പൊട്ടൻഷ്യലി ഈ കമ്പനിയെ ഉന്നതിയിലെത്തിക്കാൻ പറ്റിയ ഒരു മാനേജ്മെന്റ് തന്നെയാണ് ഇവർക്കുള്ളത്. അപ്പോൾ എങ്ങനെയാണ് ഒരു മൾട്ടി ബാഗർ സ്റ്റോക്കിനെ സെലക്ട് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചുള്ള വീഡിയോ മുമ്പ് ഞങ്ങൾ അപ്ലോഡ് ചെയ്തിരുന്നു. ഹൗ ടു സെലക്ട് എ മൾട്ടി ബാഗർ സ്റ്റോക്ക്. കാണാത്തവർക്ക് വേണ്ടി ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആ വീഡിയോയിൽ പറഞ്ഞ എല്ലാ ഫാക്ടേഴ്സും അനുയോജ്യമായി നിന്നിരുന്ന ഒരു സ്റ്റോക്ക് തന്നെയായിരുന്നു ഇത്. 2008 ക്രൈസിസ് സമയത്ത് ഈ സ്റ്റോക്കിന്റെ വില എന്നത് 200 രൂപയോളമായിരുന്നു. അവിടെ നിന്നാണ് ഈ സ്റ്റോക്ക് ഇത്രയും വലിയൊരു റിട്ടേൺ നൽകിയത്. ഇവിടെ ഓരോ ഇൻവെസ്റ്റേഴ്സും മനസ്സിലാക്കേണ്ടത് ഇതൊരു സ്റ്റഡി ഗ്രോത്ത് ആയിരുന്നു. അതായത് ഒരു ന്യൂസ് ബേസ്ഡ് റാലിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ടെമ്പററി ഫാക്ടേഴ്സോ ആയിരുന്നില്ല ഈ സ്റ്റോക്കിനെ എഫക്ട് ചെയ്തത്. ഇവരുടെ ഫണ്ടമെന്റൽ ഉണ്ടാവുന്ന ചേഞ്ച് കാരണമാണ് ഇവർക്ക് ഇത്രയും നല്ലൊരു റിട്ടേൺ നൽകാൻ സാധിച്ചത്. അതുകൊണ്ട് തന്നെ ഈ സ്റ്റോക്കിന്റെ ഫണ്ടമെന്റൽസ് നമുക്ക് ചെക്ക് ചെയ്യാം. അതിനുവേണ്ടി ഞങ്ങൾ എടുത്തിരിക്കുന്നത് 2008 മുതലുള്ള ഇവരുടെ റിസൾട്ട് ആണ്. അതുതന്നെയാണ് ഈ സ്റ്റോക്കിനെ കുറിച്ച് ഇൻവെസ്റ്റേഴ്സിന് ഒരു വ്യക്തമായ ധാരണ നൽകാൻ സാധിക്കുക എന്ന് ഞങ്ങൾ കരുതുന്നു. 2008 ഡാറ്റ നമുക്ക് ചെക്ക് ചെയ്യാം. 2008 ഇവരുടെ സെയിൽസ് എന്ന് പറയുന്നത് 1139 കോടി രൂപയായിരുന്നു. അതുപോലെ ആ വർഷത്തെ അവരുടെ നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് 49 കോടി രൂപയായിരുന്നു. EPS 9.62 ആയിരുന്നു. 2008 ഇവരുടെ ഷെയർ വാല്യൂ ആവറേജ് 200 റുപ്പീസായി നമുക്ക് കൺസിഡർ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഏകദേശം 5% അവർക്ക് അന്നത്തെ ഷെയർ റേറ്റിനനുസരിച്ച് EPS ലഭിച്ചിരുന്നു. 2009 ആവുമ്പോഴേക്ക് ഈ കമ്പനിയുടെ സെയിൽസിലും അതുപോലെ പ്രോഫിറ്റിലും ഒരു വർധനവുണ്ട്. അതുപോലെ 2010-11 കാലഘട്ടങ്ങളിലും ഈ കമ്പനിയുടെ പ്രോഫിറ്റിൽ വന്ന വർധനവ് ഇൻവെസ്റ്റേഴ്സിന് ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. അതുപോലെ സെയിൽസിലും വർധനവുണ്ട്. ഇയർ ഓൺ ബേസിൽ ഇവരുടെ പ്രോഫിറ്റ് വർദ്ധിക്കുകയും ഏർണിംഗ് പെർ ഷെയർസ് വർദ്ധിക്കുകയും ചെയ്യുന്നുണ്ട്. ഇത് ഇൻവെസ്റ്റേഴ്സിൽ ഒരു കോൺഫിഡൻസ് വർദ്ധിപ്പിച്ചു. കൂടാതെ ഇവർ നല്ല രീതിയിൽ ഡിവിഡൻഡ് പേ ഔട്ട് നൽകുന്ന ഒരു കമ്പനി കൂടിയാണ്. പക്ഷേ അത് 2018 ഡാറ്റയും 2017 ഡാറ്റയും കൺസിഡർ ചെയ്യുമ്പോൾ റിഡക്ഷൻ സംഭവിച്ചിട്ടുണ്ട്. അതിനുള്ള കാരണം എന്നത് ഇന്ത്യയുടെ അഗ്രികൾച്ചർ ഫീൽഡിൽ സംഭവിച്ച ഒരു ക്രൈസിസ് ആയിരുന്നു. ഇൻവെസ്റ്റേഴ്സ് പ്രധാനമായും ഈ സ്റ്റോക്കിനെ പറ്റി അറിഞ്ഞിരിക്കേണ്ടത് ഇവർ പ്രധാനമായും ഡിപ്പെൻഡ് ചെയ്യുന്നത് ഇന്ത്യൻ അഗ്രികൾച്ചർ സെക്ടറിനെയാണ്. അപ്പോൾ ആ മേഖലയിൽ സംഭവിക്കുന്ന ചെറിയ ചെറിയ എഫക്റ്റുകൾ ഈ സ്റ്റോക്കിൽ ഒരു കറക്ഷൻ യൂഷ്വലി നടക്കാറുണ്ട്. പക്ഷേ ആ ഒരു പ്രശ്നങ്ങൾ തീരുന്നതോടെ ഈ സ്റ്റോക്ക് ഒരു നല്ല റിട്ടേണും നൽകുന്നുണ്ട്. നിങ്ങൾക്ക് ഈ തന്നിരിക്കുന്ന ചാർട്ടിലൂടെ ഇത് വ്യക്തമാകുന്നതാണ്. ഒരു കറക്ഷൻ ശേഷം എത്ര മനോഹരമായാണ് ഇവർ റാലി നടത്തുന്നതെന്ന്. ഈ കൊറോണ കാലഘട്ടത്തിന് മുമ്പ് നവംബറിൽ ഒരു കറക്ഷൻ ഉണ്ടായിരുന്നു. അത് ഇന്ത്യൻ ഇക്കണോമിക് സിസ്റ്റം വീക്കിലേക്ക് മൂവ് ചെയ്തതുകൊണ്ടും അഗ്രികൾച്ചർ ഫീൽഡിൽ സെയിൽസ് കുറവായതുകൊണ്ടുമായിരുന്നു അതിനുള്ള മെയിൻ റീസൺ. പക്ഷേ അത് കഴിഞ്ഞ് ഈ സ്റ്റോക്ക് നല്ലൊരു റാലി നടത്തിയതായി ഈ ഗ്രാഫിൽ നിന്നും ഇൻവെസ്റ്റേഴ്സിന് മനസ്സിലാക്കാൻ കഴിയും. അതിനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് ഈ വർഷം ഇന്ത്യയുടെ അഗ്രികൾച്ചർ ഔട്ട്പുട്ട് വളരെ നല്ലതായിരിക്കുമെന്നും നല്ല തോതിൽ മഴ ലഭിക്കുമെന്നും അത് അഗ്രികൾച്ചർ മേഖലയിൽ നല്ല വളർച്ച ഉണ്ടാക്കാൻ സാധിക്കുമെന്ന പ്രതീക്ഷയിലായിരുന്നു ആ ഒരു റാലി സംഭവിച്ചത്. ഇപ്പോൾ ഈ സ്റ്റോക്ക് ഒരു ഹൈ വാല്യൂ സ്റ്റേജിലാണ്. പക്ഷേ ഒരു കറക്ഷൻ ഈ സ്റ്റോക്കിൽ സംഭവിച്ചേക്കാം. ആ സമയങ്ങളിലെ സാഹചര്യങ്ങൾ അനുസരിച്ച് ഇൻവെസ്റ്റേഴ്സിന് ഈ സ്റ്റോക്കിനെ പരിഗണിക്കാവുന്നതാണ്. ഇൻവെസ്റ്റേഴ്സിന്റെ വാച്ച് ലിസ്റ്റിൽ വെക്കാൻ പറ്റിയ ഒരു സ്റ്റോക്ക് തന്നെയാണിത്. കാരണം വളരെ നല്ല പൊട്ടൻഷ്യൽ ഉള്ള ഒരു കമ്പനിയാണിത്. കൂടാതെ ഈ കമ്പനിക്ക് അഗ്രികൾച്ചർ ഫീൽഡിലുള്ള പ്രോഡക്റ്റുകൾക്ക് വളരെ വലിയ മാർക്കറ്റ് ഷെയർ ഉള്ളത് തന്നെയാണ് ഒന്നാമത്തെ കാരണം. അതുപോലെ ഫാമേഴ്സിന് ആവശ്യമായ വളരെയധികം പ്രോഡക്റ്റുകൾ ഇവർ മാനുഫാക്ചർ ചെയ്യുന്നുണ്ട്. 2008 കറക്ഷൻ ശേഷം ഇന്ന് 2020 എത്തി നിൽക്കുമ്പോൾ ഈ സ്റ്റോക്കിന്റെ വില എന്നത് ഏകദേശം 5779 രൂപയാണ്. അതായത് നിങ്ങൾക്ക് മനസ്സിലാകും ഏകദേശം 30x ഓളം റിട്ടേൺ ഈ സ്റ്റോക്ക് ഇൻവെസ്റ്റേഴ്സിന് നൽകി കഴിഞ്ഞു. അത് ഓരോ ഇൻവെസ്റ്റേഴ്സും മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതുപോലുള്ള മൾട്ടി ബാഗർ സ്റ്റോക്കുകളെ കണ്ടെത്താൻ ഞങ്ങൾ ഒരു വീഡിയോ ചെയ്തിരുന്നു. ഹൗ ടു ഫൈൻഡ് എ മൾട്ടി ബാഗർ സ്റ്റോക്ക്. തീർച്ചയായും ഇതുപോലുള്ള മൾട്ടി ബാഗർ സ്റ്റോക്കുകളെ കണ്ടെത്താൻ ആ വീഡിയോ ഇൻവെസ്റ്റേഴ്സിന് ഉപകാരപ്പെടും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇതുപോലെ ഷെയർ മാർക്കറ്റുമായി ബന്ധപ്പെട്ട ഇൻട്രസ്റ്റിംഗ് ഫാക്റ്റുകൾ അറിയാൻ ഞങ്ങളുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഏറ്റവും പുതിയ നോട്ടിഫിക്കേഷന് വേണ്ടി ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.